ശ്രീയാണേ. ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ പോയൊരു വീഡിയോ ആണ് ഇത്. കർക്കിടക മാസം ആയതുകൊണ്ട് ഞങ്ങൾ രാമായണ മാസമാണല്ലോ, അപ്പോൾ ഓച്ചിറ ഭയങ്കര വിശേഷമാണ്. അവിടെ രാമായണ വായനയും പ്രഭാഷണവും ഭയങ്കര കർക്കിടക സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാവിലെ അവിടെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ 10-11:30 ആയി അവിടെ ചെന്നപ്പം. അപ്പോൾ അവിടെ ഭയങ്കര ആളായിരുന്നു, വായന നടക്കുന്നത്. പിന്നെ ഊണിന് ഉച്ചയായ 12 മണിയാകുമ്പോൾ ഊണ് വിളമ്പുന്നതുകൊണ്ട് അതിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ തിരക്കൊക്കെ കുറയട്ടെന്ന് വിചാരിച്ച് നേരെ അങ്ങ് ഉണ്ടിക്കാവിലോട്ട് പോയി. ഉണ്ടിക്കാവിൽ പോയി അവിടെ കുറേ സമയം ഇരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ ഒരാൾ അവിടെ ഇരുന്ന് രാമായണം വായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മരച്ചോട്ടിലും ഓരോരുത്തരിരുന്ന് രാമായണമൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇച്ചിരി ഉറക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അദ്ദേഹം രാമായണം വായിക്കുന്നതൊക്കെ ഒന്ന് കേട്ടു. നല്ല തണുപ്പും കാറ്റുമാണ് ഇവിടെ ഇരുന്നാല് കേട്ടോ. വെറുതെ ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്, നല്ലൊരു ശാന്തതയാണ് നമുക്ക് ഒണ്ടിക്കാവിൽ ചെന്നിരുന്നാൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണാനായിട്ട് പോയി. അപ്പോൾ അവിടെ നമുക്കറിയാവുന്ന ഒരാളെ കിട്ടിയത് കൊണ്ട് നമ്മൾ ക്യൂ നിന്നില്ല, അല്ലെങ്കിൽ അങ്ങ് തെക്കേ വഴിയുന്നേ ക്യൂ ആണ്. എന്നിട്ട് ഈ ഒണ്ടിക്കാവിൻ്റെ അടുക്കൽ പന്തലൊക്കെ ഇട്ടിരിക്കുന്ന കഴിക്കുക. ഇവിടെ വന്ന് ചേരുന്ന 3-4 ക്യൂ കഴിഞ്ഞ് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാവുന്ന ആളുള്ളതുകൊണ്ട് അങ്ങനെ പോയി കഴിച്ചു. പിന്നെ നമ്മൾ ഒണ്ടിക്കാവിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ നക്ഷത്രവനം. അപ്പോൾ ഞാനത് ഇതുവരെ കയറിയില്ലായിരുന്നു. ഇതുണ്ടാക്കിയതൊക്കെ പിന്നെ അങ്ങനെ ഓച്ചിറയിലോട്ട് വന്നിട്ടില്ല. പിന്നെ അതിലോട്ട് പോയി നമ്മുടെ എല്ലാം നാളിൻ്റെ അനുസരിച്ചുള്ള വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ കയറി കണ്ട് പിന്നെ കടകളൊക്കെ നോക്കി ഞങ്ങൾ വീണ്ടും. അപ്പോഴത്തേക്ക് ഊണെല്ലാം കഴിഞ്ഞ് 2-3 മണിയായി കേട്ടോ. ഒരുപാട് ആളുകളെല്ലാം പിരിഞ്ഞു പോയി. ഊണ് കഴിഞ്ഞപ്പോഴേ കുറേ ആൾക്കാരൊക്കെ അങ്ങ് പോയി, പ്രഭാഷണങ്ങളൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കുന്ന ആൾക്കാർ, പിന്നെ രാമായണ വായന നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഇവിടുത്തെ ചിറയാണ് ഇതിട്ട് നിറച്ച അമ്പലമായിരുന്നു. ഇപ്പം ഈ ഓച്ചിറക്കളിക്ക് വൃത്തിയാക്കിയതുകൊണ്ട് അതെല്ലാം വാരി കളഞ്ഞ് ഇനി കിളിച്ച് വരണം. പിന്നെ വൈകുന്നേരത്തേക്ക് അമ്പലം മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പടിഞ്ഞാറേ ആൽത്തറയിൽ രാമായണം വായിക്കുന്നിടത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ വന്നപ്പം കണ്ടത് ഇങ്ങനെ ഈ ദൃഷ്ടിദോഷത്തിനും കണ്ണുദോഷത്തിനും ഒക്കെ ഓതുന്നു ഓരോരുത്തർ. 3-4 പേര് ഇരിപ്പുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് അവിടെ ആൽത്തറയിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് 2-3 അമ്മമാർ ഇവിടെ ഇരുന്ന് മാലയൊക്കെ കെട്ടുന്നു. പിന്നെ തെറ്റിപ്പൂവും പിന്നെ കൊളുത്തുമാലയൊക്കെ കെട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇല്ല ഓതുന്നത് കണ്ടപ്പം എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്രണ്ടിനും ഒന്ന് ഓതണമെന്ന് തോന്നി. അപ്പം ഞങ്ങൾ 2 പേരും ഒന്ന് ഓതാനായിട്ട് അവിടെ പോയി ഇരുന്നു. പണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ഓതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് പുള്ളിക്കാരി ഇരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഇരുന്നു. പണ്ട് ഓണം ആകുമ്പോഴായിരുന്നു വീട്ടിലൊക്കെ ഇങ്ങനെ ഓതാനായിട്ട് വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് കിഴക്കോട്ട് നടന്ന് കിഴക്കേ ആൽത്തറയിൽ പോയി. അവിടെയും കുറച്ച് നേരം ഇരുന്ന് തൊഴുത് അതിനുശേഷം പിന്നെ അങ്ങ് നടന്ന് നമ്മളങ്ങ് അയ്യപ്പൻ്റെ നട ഉണ്ടല്ലോ, അയ്യപ്പൻ നട വടക്കേശത്ത്, അവിടെ പോയി. പിന്നെ മഹാലക്ഷ്മി നടയിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങ് കിഴക്ക് ഗണപതി ആൽത്തറയിൽ വന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആദ്യം ഗണപതി ആൽത്തറ തൊഴുതിട്ടായിരുന്നു അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പം അയ്യപ്പൻ നടയൊക്കെ അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ ആൾക്കാരൊക്കെ തൂക്കുന്നു. ഇനി വൈകിട്ടല്ലേ തുറക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മണിയായിരുന്നു. എന്നാലും അവിടെ ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ അയ്യപ്പൻ നടയിലും മഹാലക്ഷ്മി നടയിലൊക്കെ തൊഴുതിട്ട് വീണ്ടും ഇറങ്ങി ഗണപതി ആൽത്തറയിലൊക്കെ വന്നു. പിന്നെ അവിടെ കടകളിൽ കുറച്ച് പൊടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബസ് കയറി പോകും പ്രിയദർശിനി.